പല ആൾക്കാരുടെയും ഡൗട്ടാണ്, എങ്ങനെ നമുക്കൊരു സോഫ്റ്റ്വെയറിൻ്റെ കോസ്റ്റ് അതായത് കോസ്റ്റ് എഫക്റ്റീവ് ആണോ നോക്കുക. നമ്മൾ എത്ര ഒരു ബിസിനസ്സിൽ ഒരു പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കോസ്റ്റ് എഫക്റ്റീവ് ആണോ നോക്കാമല്ലോ. അത് പല മെത്തേഡ്സും ഉണ്ടാവും. നമുക്ക് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ കോസ്റ്റ് എഫക്റ്റീവ് ആക്കുക. ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്തൊരു ആപ്ലിക്കേഷൻ, അപ്പോൾ അതിൽ ഒരു ഡെയിലി അവർ, എനിക്ക് തോന്നുന്നത് ഒരു സ്റ്റാഫ് 10 റെക്കോർഡ്സ് ചെയ്തും ഒരു സ്റ്റാഫ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. കസ്റ്റമർ ഇൻഫർമേഷനാണ്. ഇങ്ങനെ അവർക്ക് ഓരോ ഔട്ട്ലെറ്റ് തന്നെ ഒരു 4-5 സ്റ്റാഫ് ഉണ്ടാവും. അവർക്ക് ഓൾമോസ്റ്റ് പിന്നെ ഒരു 100ൻ്റെ മേലെ ഔട്ട്ലെറ്റ്സ് ഉണ്ട്, സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്. 100ൻ്റെ മേലെ സർവീസ് സെൻറ്ററിന് ഒരു ദിവസം ഒരു നല്ല ഒരു ഡാറ്റ അവിടെ നിന്ന് അപ്ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മളൊക്കെ ഒരു കൗണ്ട് ഒരു 4-5 വർഷത്തെ ഡാറ്റ എടുത്തു 45 lakhs റെക്കോർഡ്സ് ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഇങ്ങനെ റിവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു 45 ലക്ഷം റെക്കോർഡ്സ് നമ്മൾ മാനുവലി ഇടുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം കോസ്റ്റ് വരികയായിരുന്നു. ഒരു പേപ്പർ ഡോക്യുമെൻ്റ് ആണെങ്കിൽ ഈ ഒരു നമ്മൾ എളുപ്പം കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ₹1 45 ലക്ഷം രൂപ നമുക്ക് ചിലവ് വരുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഡാറ്റ തന്നെ ഇനിയിപ്പം നമുക്കൊന്ന് അത് റീചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ആ ഒരു ഇത് പഠിക്കാനോ അല്ലെങ്കിൽ കസ്റ്റമർ ബിഹേവിയറോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ പിന്നെ ഫെയിലിയർ റേറ്റോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഡാറ്റ നമുക്ക് ഇൻ കേസ് എടുക്കേണ്ടി വന്നാൽ നമ്മളെ ഒരു വലിയൊരു ഗ്യാരേജ് പോയിട്ട് ഒരു സ്റ്റോർ റൂമിൽ പോയിട്ട് അത്രയും ഫയൽസ് നമ്മൾ എടുത്തിട്ട് വേണ്ടി വരും ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിനെ പിന്നെ സിസ്റ്റത്തിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഒരു 45 lakhs rupees നമുക്ക് പിന്നെ ആ ചിലവാവേണ്ട ഇടത്തിൽ നമ്മുടെ ഒരു സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ട് നമുക്ക് എത്ര ചിലവായി നിൽക്കും. ഈ ഒരു കേസിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 5 മുതൽ 10 ലക്ഷം രൂപയാണ് അവർക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ട് ഡെവലപ്മെൻറ്റ് കോസ്റ്റും സെർവർ കോസ്റ്റും ആയിട്ട് ചിലവായത്. അപ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു 10 ലക്ഷം രൂപക്ക് ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്തു, അത് ഒരു 45 ലക്ഷം രൂപ സേവ് ചെയ്തു എന്നും കണക്കാക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കോസ്റ്റ് എഫക്റ്റീവ്നെസ് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇത് മാത്രം പോരാ, ഒരു സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് ഈ ഡാറ്റ എപ്പോഴും ആക്സസിബിൾ ആണ്. അതേപോലെ എപ്പോഴും നമുക്കൊരു ബിസിനസ് അനാലിസിസിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാനും കൂടെ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു വാല്യൂ കൂടെ കണക്കാക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു സോഫ്റ്റ്വെയർ പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആണോ എന്ന് നോക്കാൻ പറ്റും.